നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് കേരള രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ LGS പരീക്ഷ തുടങ്ങി LDC +2 ലെവല് എല്ലാ പരീക്ഷകൾക്കും നമുക്ക് അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ് കേരളത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള രാഷ്ട്രീയ വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു 2-3 ക്ലാസ്സുകളായിട്ടായിരിക്കും ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. ഇത് ആ ക്ലാസ്സിന്റെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും PSC അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി PSC ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് തന്നെ നടക്കാം. അപ്പൊ കേരള രാഷ്ട്രീയം വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിനകത്ത് വരേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് അല്ലെ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കേരള രാഷ്ട്രീയം എന്ത് ചെയ്യുന്നത്, ആവിർഭവിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴെന്ന് ചോദിച്ചാല് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെച്ചേക്കുക. കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന എപ്പോഴാണ്? 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ്. മാർച്ച് 11 വരെയാണ് കേട്ടോ. അപ്പോ 56 നമുക്കറിയാം കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ അടുത്ത വർഷം മുതൽ എന്ന് പറയുമ്പോൾ 57 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്നാമത്തെ കേരള നിയമസഭ നിലവിൽ വന്നത് എപ്പോഴാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ എന്ത് ചെയ്യുന്നു, ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. മാർച്ച് 11 ശേഷം പുതിയൊരു മാസമായിട്ട് എന്ത് ചെയ്യുന്നു, ഏപ്രിൽ 1 അല്ലെ, 1957 ഏപ്രിൽ 1 മുതൽ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ കേരള നിയമസഭ നിലവിൽ വരുന്നു കേട്ടോ. അപ്പൊ ഒന്നാം കേരള നിയമസഭ നിലവിൽ വരുന്ന എപ്പോഴാണ്? 57 ഏപ്രിൽ 1 മുതലാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ അല്ലെങ്കിൽ പൊതുവേ നമ്മൾ പറയുന്നതാണ് രാഷ്ട്രീയക്കാരൊക്കെ നമ്മളെ മണ്ടന്മാരാക്കിയാണെന്ന് അല്ലെ. അപ്പൊ പൊതുവേ അങ്ങനെ പറയുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് മണ്ടന്മാരാക്കിയത് എപ്പോഴാണ്? നമുക്കറിയാം ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 1 നമ്മൾ ഏപ്രിൽ ഫൂൾ ആയിട്ട് കണക്കാക്കുന്നത്. സോ ഈ പറയുന്ന മന്ത്രിമാരൊക്കെ നമ്മൾ ആദ്യമായിട്ട് മണ്ടന്മാരാക്കാൻ തുടങ്ങിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാന രൂപീകരണം കഴിഞ്ഞ് അടുത്ത വർഷം മുതൽ എന്ന് പറയുമ്പോൾ 57 ഏപ്രിൽ 1 മുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒന്നാം കേരള നിയമസഭ നിലവിൽ വരികയും എന്ത് ചെയ്തു, അവരൊക്കെ നമ്മളെ മണ്ടന്മാരാക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ മന്ത്രിസഭ എന്നൊക്കെ പറയുന്ന വളരെ നല്ല മന്ത്രിസഭയായിരുന്നു അല്ലെ. അപ്പൊ ഒന്നാം കേരള മന്ത്രിസഭ അധികാരത്തിൽ വന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 57 ഏപ്രിൽ 5 അപ്പൊ ഏപ്രിൽ 1 എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മന്ത്രിസഭ നിലവിൽ വരുന്നു. ഏപ്രിൽ 5 എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു കേട്ടോ. അപ്പൊ അധികാരത്തിൽ വരുന്നത് ഏപ്രിൽ 5 എന്നാൽ നിലവിൽ വരുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ 1 കാര്യം കൂടി മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എപ്പോഴാണ്? കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 1957 ഏപ്രിൽ 27 ഈ പറയുന്ന ഡേറ്റുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കാര്യം ഇതൊക്കെ കൃത്യമായിട്ട് ചോദിക്കുകയും നമ്മൾ തെറ്റിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോ കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 57 ഏപ്രിൽ 27 അപ്പൊ നമ്മൾ പഠിച്ച ഡേറ്റുകൾ ഏതൊക്കെയാണ്? കേരളത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു അല്ലെ. തിരഞ്ഞെടുപ്പ് നടക്കുന്ന എപ്പോഴാണ്? 57 ഫെബ്രുവരിയിലാണ് കേട്ടോ. 57 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ. മാർച്ച് 11 വരെ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനുശേഷം ഏപ്രിൽ 1 അല്ലെ, ഏപ്രിൽ 1 ഇതൊക്കെ ഏത് വർഷമാണ്? 57 നടന്നിരിക്കുക. ഏപ്രിൽ 1 എന്ത് ചെയ്യുന്നു, ആദ്യത്തെ നിയമസഭ നിലവിൽ വരുന്നു. എന്നാൽ ഇത് അധികാരത്തിൽ വരുന്ന എപ്പോഴാണ്? ഏപ്രിൽ 1 വന്നെങ്കിലും 4 ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലെ. ഏപ്രിൽ 5 എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ സമ്മേളനം നടക്കുന്ന എപ്പോഴാണ്? ഏപ്രിൽ 27 കേട്ടോ. ഏപ്രിൽ 27 ആദ്യത്തെ സമ്മേളനം നടക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുക, ഇത് പഠിച്ച് വച്ചേക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത പോയിന്റിലേക്ക് കടക്കാം. കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാം കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 126 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാം കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എത്ര പേരുണ്ടായിരുന്നു? അത് 126 അംഗങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ഒന്നാം കേരള നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. നമ്മുടെ ചാനലിലെ നിലവിൽ ഇപ്പോ നമ്മുടെ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബാച്ചിനകത്ത് നമ്മുടെ പോലീസ്, എക്സൈസ്,
ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഒക്കെ കമ്പൈൻഡ് ക്ലാസ്സുകളാണ് വരുന്നത്. ഈ പറയുന്ന നാലിന്റെയും കൂടി കമ്പൈൻഡ് ക്ലാസ് വരുന്ന കോഴ്സിന്റെ പേരാണ് ഫോഴ്സ് 2025. ഇതിനകത്ത് ഈ പറയുന്ന നാലിന്റെയും സ്പെഷ്യൽ ടോപ്പിക് അതിന്റെ മോഡൽ എക്സാം, അതുപോലെ തന്നെ അതിന്റെ മോക്ക് ടെസ്റ്റുകൾ, അതിന്റെ നോട്ട്സ്, അതിന്റെ ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, 2025ലേക്ക് ഈ പറയുന്ന ഫോഴ്സ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 999 രൂപയാണ്. 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന നാലിന്റെയും കിട്ടും. പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റിന്റെ നാലിന്റെയും കോഴ്സ് അവൈലബിൾ ആവും. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. ഈ സൈഡിൽ താഴെ കൊടുത്തിട്ടുണ്ട് 9911619272. ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയക്കുക കേട്ടോ. അപ്പൊ നോട്ട്സും കാര്യങ്ങളും ഇവിടെ ചെയ്യുന്ന ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആവുന്ന ടെലഗ്രാം വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക. അഥവാ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്പറിലേക്ക്, ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിലേക്ക് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ഇടുക. ഓക്കെ, അപ്പൊ എന്തായാലും ഈ നമ്പറിൽ നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടാൽ മതിയാവും. ആദ്യം നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് ഇടുക. ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പോയിന്റിലേക്ക് തന്നെ പോവാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഒന്നാം നിയമസഭയിലെ ആകെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 127 ആണ്. കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ ആദ്യം പറഞ്ഞു ഒന്നാം നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത് 126 ആണ്. 126 പ്ലസ് ഒരു ആംഗ്ലോ ഇന്ത്യൻ, ആര് വരുന്നുണ്ട്, ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി വരുന്നുണ്ട്. ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ 127 പേരാണ് നമ്മുടെ ഒന്നാം കേരള നിയമസഭയിലകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോ കേരള നിയമസഭയിലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് എന്നാണ്. എന്താണ് പേര്? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് എന്നാണ്. കേരള നിയമസഭയിലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ പേര് ചോദിച്ചാൽ എന്താണ്? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് എന്നാണ്. എന്താണ്? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാം കേരള നിയമസഭയിൽ 126 അംഗങ്ങളുണ്ട്. ഒരു ആംഗ്ലോ ഇന്ത്യൻ കൂടി ചേർത്തുകൊണ്ട് നമ്മൾ 127 ആക്കുന്നു. ആ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ പേരാണ് എന്ത്? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്. ഓക്കെ ആണേ? അടുത്ത പോയിന്റ് ഇതാണ്, കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം എത്രയാണ്? ആദ്യത്തെ കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6 പേരുണ്ടായിരുന്നു. ഒന്നാം കേരള നിയമസഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 6 പേരുണ്ടായിരുന്നു. പക്ഷേ ഒന്നാം കേരള നിയമസഭയിലെ ഏക വനിതാ മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം KR ഗൗരി അമ്മയാണ് അല്ലെ. KR ഗൗരി അല്ലെങ്കിൽ KR ഗൗരി അമ്മ. നമ്മുടെ എക്സൈസ് റവന്യൂ വകുപ്പ് മന്ത്രി ആരായിരുന്നു ആ സമയത്ത്? KR ഗൗരി അമ്മയായിരുന്നു കേട്ടോ. അപ്പൊ ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം ചോദിച്ചാൽ 6 പേരുണ്ടായിരുന്നു. പക്ഷെ അതില് ഒരാൾ മാത്രമേ എന്തായിരുന്നുള്ളൂ? മന്ത്രി ആയുള്ളൂ. ആ വ്യക്തിയുടെ പേരാണ് എന്ത്? KR ഗൗരിയമ്മ. എക്സൈസ് റവന്യൂ വകുപ്പായിരുന്നു അല്ലെ. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചേക്കാം, കേരള ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കേരള ഭരണപരിഷ്കാര കമ്മീഷൻ? അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചേക്കുക. സംസ്ഥാന ഭരണ സംവിധാനത്തിന് പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അതിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഭരണപരിഷ്കാര കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല. അപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല എന്താണ്? സംസ്ഥാനത്ത് ഭരണ സംവിധാനത്തിന് എന്ത് ചെയ്യുക? അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വിലയിരുത്തുക. സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് അതിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നൽകുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഭരണപരിഷ്കാര കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല മനസ്സിലായല്ലോ. എന്നാൽ ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1957 എന്ത് ചെയ്യുന്നത്? ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിക്കുന്നത്. അപ്പോൾ ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിക്കുന്ന വർഷം ഏതാണ്? 1957 ആണ്. നമ്മൾ ഈ പറഞ്ഞ ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഒന്നാമത്തെ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന EMS നമ്പൂതിരിപ്പാട് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒന്നാം കേരള മന്ത്രിസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ എന്തായാലും ഇത്രയൊന്നും അറിഞ്ഞിരിക്കുക. ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിച്ച വർഷം 57 ആണെന്ന് മനസ്സിലാക്കുക. കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ ഒന്നാമത്തെ കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? നമ്മുടെ EMS നമ്പൂതിരിപ്പാടായിരുന്നു. എന്നാൽ രണ്ടാം കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? അത് MK വെള്ളാടി ആയിരുന്നു. MK വെള്ളാടി
1965 എന്ത് ചെയ്യുന്നത് MK വെള്ളാടി രണ്ടാമത്തെ കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആവുന്നത് 1965 MK വെള്ളാടിയാണ്. എന്നാൽ മൂന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അത് EK നയനാരാണ്. 1997 എന്ത് ചെയ്യുന്നു? EK നയനാര് ഈ പറയുന്ന മൂന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആവുന്നു. അപ്പോ ഏത് വർഷമാണ്? 1997 എന്ത് ചെയ്യുന്നത്? EK നയനാറ് ഈ പറയുന്ന മൂന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആവുന്നത്. അപ്പൊ ഇത്രയൊന്നും മനസ്സിലാക്കില്ലേ? ഒന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്, 1957. രണ്ടാം കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? MK വെള്ളാടി, 1965. മൂന്നാം കേരള ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അത് ഈ പറയുന്ന EK നയനാരാണ്, 1997. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഔദ്യോഗിക വസതികൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. കേരള ഗവർണറിന്റെ ഔദ്യോഗിക വസതിയെ പറയുന്ന പേരെന്താണ്? രാജ്ഭവൻ എന്നാണ്. ഓക്കെ, കേരള ഗവർണറിന്റെ ഔദ്യോഗിക വസതിയെ പറയുന്ന പേരെന്താണ്? രാജ്ഭവൻ. കേരള മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാം ക്ലിഫ് ഹൗസ് എന്നാണ് അല്ലെ? ക്ലിഫ് ഹൗസ് എന്നാണ്. നമ്മുടെ കേരള പ്രതിപക്ഷ നേതാവിന്റെ ആണെങ്കിൽ അത് കണ്ടോൺമെന്റ് ഹൗസ് ആണ്. കേരള പ്രതിപക്ഷ നേതാവിൻ്റെത് കണ്ടോൺമെന്റ് ഹൗസ് ആണ്. കേരള നിയമസഭാ സ്പീക്കറിന്റെ ആണെങ്കിലോ അത് നീതിയാണ് കേട്ടോ, നീതി ഭവൻ കേട്ടോ, നീതി ഭവൻ എന്നോ നീതി എന്നൊക്കെ പറയാം. അപ്പൊ എന്തായാലും കേരള ഗവർണറിന്റെ എന്താണ്? രാജ്ഭവനാണ്. കേരള മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസ് ആണ്. പ്രതിപക്ഷ നേതാവാണെങ്കിൽ കണ്ടോൺമെന്റ് ഹൗസ് ആണ്. എന്നാൽ നിയമസഭാ സ്പീക്കറുടേതാണെങ്കിൽ അത് നീതിയാണ്. നിയമസഭാ സ്പീക്കർ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അത്രയും. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് അയച്ചു. അപ്പൊ നിങ്ങളുടെ കമന്റ് തന്നെയാണ് എന്നെ വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സുകൾ പഴയ പോലെ തന്നെ വളരെ ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാൽ ഇത് റിവിഷൻ പോലെ നിങ്ങളൊന്ന് കണക്കാക്കുക. നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ് അല്ലെ? ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS മുഖ്യമന്ത്രിയാണ്. നമ്മുടെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരായിരുന്നു? C അച്യുതമേനോനാണ്. മക്കളെ ഇത് പഠിക്കുന്നത് കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, വരുന്ന പരീക്ഷകൾക്ക് എന്തായാലും ചോദ്യം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ മുഖ്യമന്ത്രിയെ ചോദിച്ചാൽ നമുക്കറിയാം അത് EMS നമ്പൂതിരിപ്പാടാണ്. എന്നാൽ ആദ്യത്തെ ധനകാര്യമന്ത്രിയുടെ പേരെന്താണ്? അത് C അച്യുതമേനോനാണ്. C അച്യുതമേനോനാണ്. അതുപോലെ തന്നെ ആദ്യത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ TV തോമസ് ആണ് കേട്ടോ. തൊഴിൽ വകുപ്പ് മാത്രമല്ല ഗതാഗതവും ആരായിരുന്നു? TV തോമസ് ആണ്. അപ്പൊ തൊഴിൽ വകുപ്പും ഗതാഗതവും ആരായിരുന്നു? TV തോമസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വനം ഭക്ഷ്യം അല്ലെങ്കിൽ വനവും ഭക്ഷ്യവകുപ്പുകാരുടെ കയ്യിലായിരുന്നു? KC ജോർജിന്റെ കയ്യിലായിരുന്നു. KC ജോർജിന്റെ കയ്യിലായിരുന്നു വനവും ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് ആരായിരുന്നു? KC ജോർജിന്റെ കയ്യിലായിരുന്നു. എന്നാൽ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ആരായിരുന്നു? KP ഗോപാലനാണ്. KP ഗോപാലനാണ് വ്യവസായ വകുപ്പ് മന്ത്രി. അപ്പൊ ഇത്രയും 5 ഒന്ന് പെട്ടെന്ന് പഠിച്ചേ. ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ആദ്യത്തെ ധനകാര്യമന്ത്രി C അച്യുതമേനോനാണ്. ആദ്യത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി TV തോമസ് ആണ്. ആദ്യത്തെ വനം അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ KC ജോർജ് ആണ്. ആദ്യത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് KP ഗോപാലനാണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കുക, ആദ്യത്തെ പൊതുമരാമത്ത് മന്ത്രി ആരാണ്? ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? TA മജീദ് ആണ് കേട്ടോ. TA മജീദ് ആണ് ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേര് ചോദിച്ചാൽ അത് TA മജീദ് ആണ്. ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആദ്യത്തെ റവന്യൂ എക്സൈസ് വകുപ്പ് മന്ത്രി വളരെ പ്രധാനപ്പെട്ടതാണ്, KR ഗൗരിയമ്മയാണ്. ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാണ്? ഡോക്ടർ AR മേനോനാണ് അല്ലെ? ഡോക്ടറാണ്, എപ്പോഴും ആരോഗ്യം വരുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടർ AR മേനോനാണ് ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വരുന്നത്. ആദ്യത്തെ നമ്മുടെ നിയമവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും ആരാണെന്ന് ചോദിച്ചാൽ അത് VR കൃഷ്ണയ്യരാണ്. VR കൃഷ്ണയ്യരാണ്. ഒന്നും കൂടി പറയാം, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേര് TA മജീദ് ആണ്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ സഹകരണ വകുപ്പ് മന്ത്രിയും ജോസഫ് മുണ്ടശ്ശേരിയാണ്. അതുപോലെ തന്നെ റവന്യൂ എക്സൈസ് വകുപ്പ് മന്ത്രി നമുക്കറിയാം KR ഗൗരിയമ്മ. നമ്മുടെ മന്ത്രിസഭയിലെ നിയമസഭയിലെ 6 വനിതകളിൽ ഒരേ ഒരു വനിതാ മന്ത്രിയാണ് ആര്? KR ഗൗരിയമ്മ. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? AR മേനോനാണ്. അതുപോലെ തന്നെ ഡോക്ടർ AR മേനോനാണ്. അതുപോലെ തന്നെ നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ നിയമ വകുപ്പ് മന്ത്രി വരുന്നത് VR കൃഷ്ണയ്യരാണ്. VR കൃഷ്ണയ്യർ. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഒന്നും കൂടി പറയണോ?
ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമ്മുടെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് അറിയാം. നമ്മുടെ ധനകാര്യം സി അച്യുതമേനോനാണെന്നറിയാം. TV തോമസ് ഗതാഗതം തൊഴിൽ വകുപ്പാണ്. അതുപോലെ തന്നെ വനം ഭക്ഷ്യം വരുന്നത് KC ജോർജ് ആണ്. KP ഗോപാലൻ വരുന്ന ഏതാണ്? നമ്മുടെ വ്യവസായമാണ്. അതുപോലെ തന്നെ TA മജീദ് വരുന്ന ഏതാണ്? പൊതുമരാമത്ത് വരുന്നത് TA മജീദ് ആണ്. ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണം. KR ഗൗരിയമ്മ വരുന്നത് റവന്യൂ എക്സൈസ് ആണ്. അതുപോലെ തന്നെ ഡോക്ടർ AR മേനോൻ വരുന്നത് ആരോഗ്യമാണ്. BR കൃഷ്ണയ്യർ വരുന്ന ഏതാണ്? നിയമവും അതുപോലെ തന്നെ വൈദ്യുതിയുമാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യത്തിൽ വേറെ സംശയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. കേരളത്തിലെ ആദ്യം കേട്ടോ, ഇതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുകൂടി നോക്കിയ ശേഷം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തിട്ട് ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് നമുക്ക് നാളെയോ മറ്റന്നാളോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ വളരെ വിലപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അതെന്ത് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, EMS നമ്പൂതിരിപ്പാടാണ്. ആദ്യത്തെ ഉപമുഖ്യമന്ത്രി എന്ന് പഠിച്ചു വെച്ചേക്കുക എന്താണ്? R ശങ്കർ ആണ് അല്ലെ? R ശങ്കർ ആണ് ആദ്യത്തെ ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ആദ്യത്തെ സ്പീക്കർ ആരാണ്? ശങ്കരനാരായണൻ തമ്പി. ആദ്യത്തെ സ്പീക്കർ ആരാണ്? ശങ്കരനാരായണൻ തമ്പിയാണ്. ആദ്യത്തെ പ്രോടൈം സ്പീക്കർ ആരാണ്? റോസമ്മ പുന്നൂസ് ആണ്. റോസമ്മ പുന്നൂസ് ആണ് ആദ്യത്തെ പ്രോടൈം സ്പീക്കർ. ആരാണ്? റോസമ്മ പുന്നൂസ് ആണ്. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? KO ഐഷാബായി ആണ്. ആരാണ്? KO ഐഷാബായി ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആണ്. ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് അറിയാലോ? PT ചാക്കോയാണ് ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ ഇത്രയും ഒന്നും കൂടി നോക്കാമോ? ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് അല്ലെ? EMS നമ്പൂതിരിപ്പാട് 1957 EMS നമ്പൂതിരിപ്പാട് വരുന്നു. ആദ്യത്തെ ഉപമുഖ്യമന്ത്രി നമുക്കറിയാം R ശങ്കർ ആണ്. ആദ്യത്തെ സ്പീക്കർ നമുക്കറിയാം ശങ്കരനാരായണൻ തമ്പിയാണ്. R ശങ്കരനാരായണൻ തമ്പിയാണ്. ആദ്യത്തെ പ്രോടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ് ആണ്. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ വരുന്നത് KO ഐഷാബായി. പ്രോടൈം സ്പീക്കർ ആണെങ്കിൽ റോസമ്മ പുന്നൂസും ഡെപ്യൂട്ടി സ്പീക്കർ ആണെങ്കിൽ KO ഐഷാബായി ആണ്. ഫാക്ടുകൾ മാറിപ്പോകരുത്. ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് നമുക്കറിയാം PT ചാക്കോയാണ് അല്ലെ? ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോയാണ്. അടുത്ത ആദ്യത്തെ ഗവർണറിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഗവർണർ അത് ഡോക്ടർ B രാമകൃഷ്ണ റാവു ആണ്. ആദ്യത്തെ ഗവർണർ ഡോക്ടർ B രാമകൃഷ്ണ റാവുവും ആദ്യത്തെ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പിയുമാണ്. ഇത് രണ്ടും തമ്മിൽ പലർക്കും മാറിപ്പോകുന്നുണ്ട്, മറക്കരുത്. ആദ്യത്തെ സ്പീക്കർ വരുന്നതാണ് ശങ്കരനാരായണൻ തമ്പി. ആദ്യത്തെ ഗവർണർ ആണ് ആര്? ഡോക്ടർ B രാമകൃഷ്ണ റാവു. ഓക്കെ ആണേ? അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പേരാണ് R ശങ്കർ. ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി R ശങ്കർ. കേരള ഗവർണർ ആയിരുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ ജ്യോതി വെങ്കിടാചലമാണ്. കേരള ഗവർണർ ആയിരുന്ന ആദ്യ വനിത ആരാണ്? ജ്യോതി വെങ്കിടാചലമാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയുടെ പേര് നമുക്കറിയാം KR ഗൗരിയമ്മ. നമ്മുടെ എക്സൈസ് റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ഗൗരിയമ്മ. അപ്പൊ ഇത്രയും പോയിന്റുകൾ ജസ്റ്റ് ഒന്നും കൂടി നോക്കാമേ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ഉപമുഖ്യമന്ത്രി ആണെങ്കിൽ R ശങ്കർ ആണ്. പ്രോടൈം സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ റോസമ്മ പുന്നൂസ് ആണ്. ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷാബായി. പ്രതിപക്ഷ നേതാവ് PT ചാക്കോയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആണെങ്കിൽ R ശങ്കർ ആണ്. ആദ്യത്തെ കേരള ഗവർണർ ആയിരുന്ന ആദ്യ വനിതയാണെങ്കിൽ ജ്യോതി വെങ്കിടാചലം. ആദ്യത്തെ വനിതാ മന്ത്രിയുടെ പേരാണെങ്കിൽ KR ഗൗരിയമ്മ. ഇത്രയും പറഞ്ഞ കാര്യത്തിൽ ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ എന്ത് ചെയ്യുക? നിങ്ങളുടെ PSC ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ടെലഗ്രാം ചാനലിലേക്ക് ഇന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ കമന്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ കാണാം. അപ്പൊ ഇന്ന് തൊട്ട് എന്നും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.